നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് ആദ്യം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. വയനാട്ടിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഭരണഘടനയും ജനാധിപത്യം സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. നരേന്ദ്രമോദിയെയും അമിത്ഷായും കടന്നാക്രമിച്ച രാഹുൽ ഇടതുമുന്നണിക്കും പിണറായി സർക്കാരിനുമെതിരെ ഒന്നും പറഞ്ഞില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ആദ്യമായി വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് പ്രവർത്തകർ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. മേപ്പാടിയിൽ നിന്ന് ഹെലികോപ്റ്റർ ഇറങ്ങി രാഹുൽ ഗാന്ധി നേരെ പ്രവർത്തകർക്കിടയിലേക്ക്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയും. പിന്നീട് വമ്പൻ റോഡ് ഷോ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചു. വയനാട്ടിലെ ജനങ്ങളുടെ പോരാട്ടത്തിൽ മുന്നിലുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ്. There is the issue of man-animal conflict. There is the night road issue. There is the medical college issue. It's a fight that all the people of Wayanad agree on, and I stand with them in this fight. തുടർന്ന് കളക്ടറേറ്റിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം കൽപ്പറ്റയിലെ മരവയൽ കോളനിയിലും രാഹുൽ ഗാന്ധി എത്തി. ശേഷം കാത്തുനിന്ന മാധ്യമപ്രവർത്തകരെ കണ്ടു. This election is a fight for democracy and for the Constitution of India. On one side are the forces that want to destroy the democracy of this country. കേന്ദ്ര സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചില്ല. ദീപക് ധർമ്മടം, 24 വയനാട്. പത്രികാ സമർപ്പണത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെ ബഹുഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. അണികൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് മിക്ക സ്ഥാനാർത്ഥികളും പത്രികകൾ നൽകിയത്. തിരുവനന്തപുരത്ത് കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന് ശശി തരൂർ പറഞ്ഞു. LDF, UDF, NDA മുന്നണികളുടെ ബഹുഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ബന്ധപ്പെട്ട വരണാധികാരികൾക്ക് മുന്നിൽ ഇന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ നേതാക്കൾക്കൊപ്പം കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിച്ചു. 2014 കണ്ടുപോലെയും രണ്ട് പാർട്ടികളാണ് കുറച്ചും കൂടി കൂടുതൽ മത്സരത്തിൽ മുന്നോട്ട് എന്ന് കാണുന്നു. അതിൽ ഞങ്ങൾ തന്നെ മുന്നോട്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ രണ്ടാമത്തെ സ്ഥാനത്തിൽ എല്ലാവരുടെയും കാണുന്നത് BJP തന്നെയാണ്. ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി V ജോയ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മലപ്പുറം മണ്ഡലം UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ, മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ, കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥി K സുധാകരൻ, LDF സ്ഥാനാർത്ഥി MV ജയരാജൻ, NDA സ്ഥാനാർത്ഥി C രഘുനാഥും പത്രിക സമർപ്പിച്ചു. മന്ത്രിയും ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ K രാധാകൃഷ്ണനും NDA സ്ഥാനാർത്ഥി TN സരസുവും ഇന്നു നാമനിർദ്ദേശ പത്രിക നൽകി. വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ, NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ, ത്രികോണപ്പോരിന്റെ ആവേശത്തിലേക്കെത്തിയ വയനാട്ടിൽ LDF സ്ഥാനാർത്ഥി ആനി രാജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആദ്യ ദിവസം ജനങ്ങൾ എന്നെ എങ്ങനെ സ്വീകരിച്ചുവോ അതേ ആവേശത്തിൽ, അതിനേക്കാൾ 10 മടങ്ങ് ആവേശത്തിൽ ഓരോ ദിവസം കഴിയും തോറും ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ സ്വീകരിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി, NDA സ്ഥാനാർത്ഥി അനിൽ K ആന്റണി, കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ, NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി, കോഴിക്കോട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി എളമരം കരീം, NDA സ്ഥാനാർത്ഥി MT രമേശ് എന്നിവരും പത്രികകൾ സമർപ്പിച്ചു. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയായ VK ശ്രീകണ്ഠൻ, ചാലക്കുടിയിൽ UDF സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ, കൊല്ലത്ത് NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ, എറണാകുളത്ത് LDF സ്ഥാനാർത്ഥി KJ ഷൈൻ, ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്, LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്, കാസർകോട്ടെ UDF സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ, LDF സ്ഥാനാർത്ഥിയായ MV ബാലകൃഷ്ണൻ, പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി, LDF സ്ഥാനാർത്ഥി KS ഹംസ എന്നിവരും ഇന്നു നാമനിർദ്ദേശ പത്രിക നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.
തൃശൂരിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി വിനോദിന്റെ മൃതദേഹം മഞ്ഞുമലിലെ വീട്ടിലെത്തിച്ചു. നാട്ടുകാരും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിക്കാനായി വീട്ടിലെത്തിയിരിക്കുന്നത്. തലക്കേറ്റ ആഘാതമാണ് മരണത്തിന് കാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ശരീരം 9 കഷ്ണങ്ങളായി മുറിഞ്ഞെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി എബിൻ ജോസും സൂരജ് സജിയും അശ്വിൻ പാലാഴിയും ചേരുന്നുണ്ട്. ആദ്യം എബിൻ ജോസിലേക്ക്. എബിൻ, ജനാവലി ഒഴുകിയെത്തുകയാണല്ലോ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി. എന്തൊക്കെയാണ് വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ? വിനോദിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്. വിനോദ് ജോലി ചെയ്തിരുന്ന റെയിൽവേയിൽ നിന്നുള്ള നിരവധിയായ ആളുകൾ, സഹപ്രവർത്തകർ, അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വിനോദ് ഈ മഞ്ഞുമലിൽ വീട് വെച്ചിട്ട് ഇപ്പോൾ 3 മാസം ആകുന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഇവിടെ നിരവധിയായ ആളുകളുമായി ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരടക്കം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. കലാപരമായി പല സാഹചര്യങ്ങളിൽ നിലനിന്ന ആളാണ് വിനോദ്. കലാരംഗത്ത് പ്രവർത്തിച്ച ആളാണ്, സിനിമയിൽ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഉള്ള ബന്ധങ്ങളുമുണ്ട്. അങ്ങനെ നൂറുകണക്കിന് ആളുകളാണ് വിനോദിന്റെ മൃതദേഹം ഈ മഞ്ഞുമലിന്റെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ അവസാനമായി കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോഴും ആളുകൾ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. കാരണം റെയിൽവേയിലെ പല ഉദ്യോഗസ്ഥരും, റെയിൽവേയുടെ പല ഡിവിഷനുകളിൽ നിന്നുള്ള ആളുകൾ, ജീവനക്കാരടക്കം സംഘടനയിൽപ്പെട്ട ജീവനക്കാർ, ആളുകളെല്ലാം എത്തിച്ചേരുന്നുണ്ട്. ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും പാതാളം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ വീടിനുള്ളിൽ ചെറിയ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. ഇവിടെ വിനോദിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ തന്നെ ആളുകൾ, ഈ പരിസരത്തുള്ള ആളുകൾ തന്നെ നിരവധിയായ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം വൈകുന്നേരം ഇവിടെ നിന്ന് പോയ ആളുകളാണ്. അതുപോലെ തന്നെ റെയിൽവേയിലെ സഹപ്രവർത്തകരും പറയുന്നത് അതുപോലെ തന്നെയാണ്. ഈ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ വരെ തമാശ പറഞ്ഞ് ചിരിച്ച് പോയ ആളാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിൽ തന്നെയാണ് ഓരോ ആളുകളും ഇവിടെ വന്ന് വിനോദിനെ കണ്ടു മടങ്ങുന്നത്. ശരി എബിൻ, വികാരനിർഭരമായ രംഗങ്ങളാണ്. മൃതദേഹം വീട്ടിൽ എത്തിച്ചപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത്. എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ സൂരജ് സജി കൂടി ചേരുന്നുണ്ട്. സൂരജ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആക്രമണം എത്രത്തോളം ക്രൂരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പരാമർശങ്ങളാണല്ലോ ഉള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, മരണത്തിന്റെ ഭീകരത വെളിവാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 9 കഷ്ണങ്ങളായി ശരീരഭാഗങ്ങൾ മുറിഞ്ഞു മാറി എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഈ തലയ്ക്ക് വലിയ രീതിയിലുള്ള ആഘാതം ഏറ്റു, അതാണ് മരണകാരണമായി പറയുന്നതും. എന്തായാലും ഇന്നലെ ഈ സംഭവം നടന്നത് മുതൽ ഏറെ ദുരൂഹമായ ഒത്തിരി കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ദുരൂഹമായ സംഭവങ്ങൾക്ക് ഇപ്പോൾ മറുപടിയായിരിക്കുന്നു. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി ഈ മരണത്തിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് രണ്ടാമതൊരു ട്രെയിൻ കൂടി ഇന്നലെ വിനോദിന്റെ ശരീരത്തിലൂടെ കയറി എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിരീക്ഷണം. അത് ശരിവെക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ ഈ പോലീസിന്റെ അന്വേഷണത്തിലും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. ഇന്നലെ രജനീകാന്തയ്ക്ക് ടിക്കറ്റ് ഇല്ലാത്തതിന് പിഴയായി 1000 രൂപ ചുമത്തുന്നു. ഈ പിഴ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് രജനീകാന്ത. പക്ഷേ അതിനുശേഷം ഈ പിഴ ഈടാക്കിയതിനു ശേഷം ഈ വിനോദ് ഡോറിന് സൈഡിൽ, അതായത് S11 കോച്ചിന്റെ വലത്തെ വശത്തെ ഡോറിന് സമീപം നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് പുറകിൽ നിന്ന് വന്ന കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി 2 കൈകളും ഉപയോഗിച്ച് ആഞ്ഞു തള്ളി എന്നുള്ളതാണ് ഈ FIR റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ വിനോദ് താഴേക്ക് വീഴുന്ന സമയത്ത് ഇടത്തെ മുഖം ഇടിച്ചാണ് വീഴുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് ഫോൺ ചെയ്ത് നിൽക്കുകയായിരുന്നു. ഈ വലത്തെ കൈകൊണ്ട് ഈ ഡോറിന്റെ കമ്പിയിൽ പിടിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി. അതുകൊണ്ടാണ് ഈ ഇടതുവശം ഇടിച്ച് വീണത് എന്നുള്ളതാണ് പ്രാഥമികമായുള്ള നിഗമനം. അതിനുശേഷം 100 മീറ്റർ ദൂരം ഇദ്ദേഹം ഉരുണ്ടുപോയി. അതിനിടയിലാണ് മറ്റൊരു ട്രെയിൻ കയറി ഈ 9 ഭാഗങ്ങളായി ശരീരം ചിന്നിച്ചിതറിയതെന്നുള്ളതാണ് ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്നത്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അശ്വിൻ പാലാഴി കൂടിയുണ്ട്. ഇപ്പോൾ അശ്വിൻ, എപ്പോഴാണ് ഈ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുക? ഇന്ന് തെളിവെടുപ്പ് ഉണ്ടായിരുന്നുവല്ലോ അശ്വിൻ. ഉന്മേഷ, തെളിവെടുപ്പ് എന്തായാലും പൂർത്തിയായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പ്രതിയെ റെയിൽവേ പാളത്തിൽ എത്തിച്ച് അവിടെ നിന്ന് ഇയാൾ തള്ളിയിട്ട സ്ഥലത്ത് എത്തിച്ച് വിശദമായി തന്നെ തെളിവെടുത്തു. ഏകദേശം 2 മിനിറ്റ് മാത്രമാണ് അവിടെ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിയുമായി പോലീസ് ഉണ്ടായിരുന്നത്. ഇയാളുടെ കാലിലൊരു മുറിവുണ്ടായിരുന്നത് കൊണ്ട് റെയിൽവേ പാളത്തിലേക്ക് ഇറക്കാതെയാണ് തെളിവെടുപ്പ് നടത്തിയത്. അയാൾ പറയുന്നത് കേട്ടാണ് മറ്റ് മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയത്. എന്തായാലും ഈ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ പോലും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് ഈ പ്രതി പോലീസിനൊപ്പം ഉണ്ടായിരുന്നെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം.
എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ മറ്റു നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മജിസ്ട്രേറ്റ് മുന്നിലേക്കാണ് എത്തിക്കുക. കോടതി സമയം അവസാനിച്ചതുകൊണ്ട് തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കായിരിക്കും പ്രതിയെ എത്തിക്കുക. അവിടെ തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിയുമായി പോലീസ് സംഘം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അക്രമാസക്തനായ പ്രതി ഒരു പ്രകോപനവും ഇല്ലാതെയാണ് TTE ആക്രമിച്ചത് എന്ന് കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി രാജേഷ് കുമാർ 24നോട് പറഞ്ഞു. TTE തള്ളിയിടുന്നത് താൻ നേരിൽ കണ്ടെന്നും രാജേഷ് കുമാർ പറഞ്ഞു. തുടർച്ചയായി മദ്യപിച്ച് ജോലിക്കെത്തിയതിനാൽ രജനീകാന്തയെ പുറത്താക്കുകയായിരുന്നുവെന്ന് കുന്നംകുളത്തെ ബാർ ഹോട്ടൽ ഉടമ വ്യക്തമാക്കി. മനുഷ്യ മനസാക്ഷി നടുങ്ങിയ ക്രൂരക്കൊലപാതകത്തിന്റെ ദൃക്സാക്ഷിയാണ് പുതുപ്പരിയാരം സ്വദേശി രാജേഷ് കുമാർ. ഒരു പ്രകോപനവുമില്ലാതെ പ്രതി TTE ആക്രമിക്കുകയായിരുന്നുവെന്നും നല്ല ആരോഗ്യവാനായ പ്രതി യാത്രയിലുടനീളം ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നെന്നും രാജേഷ് കുമാർ 24നോട് പറഞ്ഞു. സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് സാറ് ഇങ്ങോട്ട് വന്ന് ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇൻഫോം ചെയ്യുക കൺട്രോളിലേക്ക്. ഇൻഫോം ചെയ്യുമ്പോൾ ഇവിടെ ഇരുന്നവൻ പെട്ടെന്ന് കൈ കഴുകുമ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ആ വാഷ് ബേസിൻ്റെ അവിടെയാണ് റൈറ്റ് സൈഡ്, അവിടെ നിന്നിട്ട് ബാക്കിലോട്ട് നേരെ നല്ല രീതിയിൽ പുഷ് ചെയ്യുകയാണ് ചെയ്തത്. തള്ളിയ ആൾക്ക് ഒരു 4-5 ആളുടെ പവറുണ്ട്. പക്ഷേ കാലിന് മാത്രം പ്ലാസ്റ്റർ എന്നുള്ളൂ, ശരീരം ഉടുമ്പിൻ്റെ ശരീരമാണ്. ഒരു അടി അടിച്ചാൽ പോലും ആൾക്ക് കേൾക്കില്ല. പ്രതി രജനീകാന്ത് രണജിത്ത് കുന്നംകുളത്തെ ബാർ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നുവെന്ന് ഇതിനിടെ കണ്ടെത്തി. തുടർച്ചയായി മദ്യപിച്ച് ജോലിക്കെത്തിയതിനാൽ ഇയാളെ പിരിച്ചുവിടുകയായിരുന്നു. കാലിലൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനെന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 10:30 ആയപ്പോൾ രാവിലെ. അപ്പോൾ മദ്യപിച്ചെന്ന് തോന്നിയപ്പോഴത്തേക്ക് അന്നേരം തന്നെ ഞാൻ പറഞ്ഞു അക്കൗണ്ടിൽ പറഞ്ഞു അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് തന്നെ പറഞ്ഞു വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് അവന് ഇന്നലെ തന്നെ ഒരു 11 മണിയോടുകൂടി ഇവിടുന്ന് പോയതാണ്. പിന്നെ വൈകിട്ട് ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ ന്യൂസ് വെക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഇന്നലെ നടന്ന പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഒരു കൂസലുമില്ലാതെയാണ് പ്രതി പോലീസിനോട് പ്രതികരിച്ചത്. ഞാൻ തള്ളി, അവൻ വീണുവെന്ന് RPF ചോദ്യം ചെയ്യലിനിടെ പ്രതി പറഞ്ഞു. എന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് നിരന്തരം പ്രതി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നത്. 24 പാലക്കാട്. അരുണാചൽ പ്രദേശിൽ മലയാളികളുടെ അസ്വാഭാവിക മരണത്തിൽ ദുർമന്ത്രവാദ്യ സാധ്യത തള്ളാതെ അരുണാചൽ പ്രദേശ് പോലീസ് കേരള പോലീസുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും കേസന്വേഷണത്തിന് 5 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും ഇറ്റാനഗർ SP അറിയിച്ചു. മരിച്ച ആര്യയെയും ദേവിയെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് നവീൻ എന്നാണ് സൂചന. ആര്യയുടെയും ദേവിയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മാർച്ച് 28-ന് ഇറ്റാനഗറിലെത്തിയ മൂവരും കുടുംബമെന്ന് പറഞ്ഞാണ് സീറോ താഴ്വരയിലെ ഹോട്ടലിൽ മുറിയെടുത്തത്. നവീന്റെ രേഖകളാണ് നൽകിയത്. മറ്റുള്ളവരുടെ രേഖകൾ പിന്നീട് നൽകാമെന്നായിരുന്നു ധാരണ. മുറിയെടുത്ത ശേഷം 3 ദിവസം പുറത്ത് കറങ്ങി. ഏപ്രിൽ 1 മുതലാണ് ഇവരെക്കുറിച്ച് വിവരമില്ലാതായതെന്ന് SP പറഞ്ഞു. They came on 28 in the hotel and 28, 29, 30, 31 till 31 they've seen them moving around. मतलब they used to come for breakfast and all. रेस्टोरेंट में आता था, खाना खाता था, फिर घूमने जाएगा बोल के निकल जाता था. फिर 1 तारीख को वो लोग देखा नहीं होटल वाला पार्टी. മരിച്ച നവീൻ ദേവി ദമ്പതികൾ മുമ്പേ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പിന്തുടരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം കണ്ടെത്തിയ അരുണാചലിലെ സിറോ താഴ്വരയിലേക്ക് ദമ്പതികൾ 1.5 വർഷം മുമ്പും ആരുമറിയാതെ യാത്ര ചെയ്തിരുന്നു. ഹോട്ടൽ മുറിയിൽ നിന്നും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികയും ബ്ലേഡും പോലീസ് കണ്ടെത്തി. ആര്യയുടെ കഴുത്തിലും ദേവിയുടെയും നവീന്റെയും കയ്യിലുമാണ് ബ്ലേഡ് കൊണ്ടുള്ള മുറിവുകൾ. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് മരിച്ച ആര്യയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വളരെ നിരപരാധിയായ ഒരു കുട്ടി, വളരെ കൂളായിട്ട് നടക്കുന്ന, ആരോടും ഒരു വിദ്വേഷവും ഇല്ലാത്തൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മളെ സംസ്ഥാനത്തേക്ക് വാസത്തിൽ ഇത് വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണിത്. അത് അന്വേഷിക്കേണ്ട ചുമതലയാണ്. സ്കൂളിൽ അവസാനം വരെ പോകും. അവർക്ക് നല്ല താല്പര്യമാണ്. വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്. ആ കാര്യത്തിലൊക്കെ പോകും. വളരെ സജീവമാണ്. എല്ലാ കാര്യത്തിലും ഉണ്ട്. ആര്യയുടെ വിവാഹ നിശ്ചയത്തോടെയാണ് മൂവരും മരിക്കാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട്. ആര്യയുടെ വിവാഹം അടുത്ത മാസം 7-ന് നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. 17-ന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ നവീനും ദേവിയും 27-ാം തീയതി വരെ എവിടെയായിരുന്നു? മരിക്കാൻ വേണ്ടി 3000 മൈലുകൾക്കപ്പുറമുള്ള അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തത് എന്തിന്? അഭ്യസ്തവിദ്യരായ മൂവരെയും ദുർമന്ത്രവാദത്തിലേക്ക് തള്ളിവിട്ടത് ആര്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകി ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് BJPയിൽ ചേർന്നു. മാണ്ഡിയിലെ സ്വതന്ത്ര MPയും നടിയുമായ സുമലത അംബരീഷും BJP അംഗത്വമെടുക്കും. അതിനിടെ മഹാരാഷ്ട്രയിൽ BJP MP ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ചേർന്നു. 2019 രാഷ്ട്രീയത്തിലിറങ്ങിയ ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ്
അതേ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൗത്ത് ഡൽഹിയിൽ നിന്നാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടത്. പിന്നീട് രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും വിജേന്ദർ സിംഗ് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയെ പരിഹസിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് ഷെയർ ചെയ്ത് 24 മണിക്കൂർ തികയും മുൻപാണ് കോൺഗ്രസിനെ അമ്പരിപ്പിച്ച് വിജേന്ദർ സിംഗ് BJP അംഗത്വം സ്വീകരിച്ചത്. ഹരിയാനയിലെ ഭിവാനി മഹേന്ദ്രഗഡ് സീറ്റിൽ മത്സരിക്കാൻ വിജേന്ദർ സിംഗ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും കോൺഗ്രസ് മധുര സീറ്റ് വാഗ്ദാനം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടത്. ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ആളായതിനാൽ ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് മേഖലകളിൽ വിജേന്ദർ സിംഗിന്റെ വരവ് ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. അഭ്യൂഹങ്ങൾക്കിടെ BJPക്കൊപ്പമാണെന്ന് സുമലത അംബരീഷ് നിലപാട് വ്യക്തമാക്കി. മാണ്ഡ്യയിലെ NDA മുന്നണി സ്ഥാനാർത്ഥിയും JDS അധ്യക്ഷനുമായ HD കുമാരസ്വാമിക്കായി പ്രചാരണത്തിനിറങ്ങുമെന്ന് സുമലത പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ജൽഗാവിലെ MP ഉന്മേഷ് പാട്ടീൽ പാർട്ടി വിട്ടത് BJPക്ക് തിരിച്ചടിയായി. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉന്മേഷ് പാട്ടീൽ ശിവസേന അംഗത്വം സ്വീകരിച്ചു. ഇത്തവണ ജൽഗാവിൽ സീറ്റ് നിഷേധിച്ചതോടെയാണ് ഉന്മേഷ് പാട്ടീൽ പാർട്ടി വിടാൻ തീരുമാനിച്ചത്. 24 ഡൽഹി. ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് S. മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കാനുള്ള സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. ഒപ്പുവയ്ക്കാതെ ഫയൽ ഏറെക്കാലം രാജ്ഭവൻ പിടിച്ചുവെച്ചിരുന്നു. മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിയോജിപ്പ് അറിയിച്ചിരുന്നു. S. മണികുമാറിന് സംസ്ഥാന സർക്കാർ കോവളത്തെ ഹോട്ടലിൽ യാത്രയയപ്പ് നൽകിയതായിരുന്നു പ്രതിപക്ഷ വിമർശനത്തിന് കാരണം. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് മണികുമാർ 2019 ഒക്ടോബർ 11 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയത്. പൂക്കോട് വെറ്ററിനറി കോളേജിൽ മരിച്ച JS സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് രാഹുൽ ഗാന്ധിയെ കണ്ടു. കൽപ്പറ്റയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന ആരോപണം ജയപ്രകാശ് ആവർത്തിച്ചു. തുടർന്ന് സിദ്ധാർത്ഥന് മർദ്ദനമേറ്റ ഹോസ്റ്റൽ മുറിയും ജയപ്രകാശ് സന്ദർശിച്ചു. T. സിദ്ദിഖ് MLAക്കൊപ്പമാണ് ജയപ്രകാശ് ക്യാമ്പസിലെത്തിയത്. വയനാട് മൂന്നാനക്കുഴിയിൽ കിണറ്റിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പുറത്തെത്തിച്ചു. കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിലേക്ക് കടുവയെ മാറ്റി. വിശദമായ ആരോഗ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം തുടർ നടപടികളിൽ തീരുമാനമുണ്ടാകും. യൂക്കാലിക്കവല കാക്കനാട് വീട്ടിൽ ശ്രീനാഥിന്റെ വീട്ടിലെ കിണറ്റിലാണ് കടുവ വീണത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ടാങ്കിലേക്ക് വെള്ളമടിക്കാൻ ശ്രമിച്ചപ്പോൾ മോട്ടോർ പ്രവർത്തിച്ചില്ല. രാവിലെ വന്ന് കിണർ നോക്കിയപ്പോഴാണ് കടുവയെ കണ്ടത്. തുടർന്ന് ശ്രീനാഥ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. നമ്മൾ വീട്ടിലേക്ക് വെള്ളം പിടിക്കുന്ന കിണറ്റിൽ നിന്നാണ് ഇത് കണ്ടത്. അത്യാവശ്യം വലുപ്പമുള്ള കടുവയാണത്. മോട്ടർ ഇട്ട് കഴിഞ്ഞപ്പോൾ കയറാത്തോണ്ട് വന്ന് നോക്കുമ്പോഴാണ് കടുവ അതിന്റെ ഉള്ളിൽ കണ്ടത്. കടുവ വെള്ളത്തിൽ വീഴാത്ത വിധം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതിനു ശേഷമാണ് മയക്കുവെടി വെച്ചത്. കടുവയെ 1 മണിയോടെ വലയിലാക്കി കിണറ്റിൽ നിന്ന് കയറ്റി. കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലാണ് ചികിത്സ നൽകുന്നത്. കടുവയെ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടുണ്ടാകും. ഈ വർഷം വയനാട്ടിൽ പിടിയിലായ 4ാമത്തെ കടുവയാണിത്. 24 വയനാട്. വയനാട് സുഗന്ധഗിരി മരം മുറിക്കൽ കേസിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യമില്ല. 6 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൽപ്പറ്റ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. ഇതോടെ പ്രതികളെ പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പ് തുടങ്ങി. അതേസമയം കേസിൽ 3 പ്രതികൾ അറസ്റ്റിലായി. വാരിയാട് സ്വദേശി ഇബ്രാഹിം, മീനങ്ങാടി സ്വദേശി അബ്ദുൾ മജീദ്, മാണ്ടാട് സ്വദേശി ചന്ദ്രദാസ്, മണവയൽ സ്വദേശി അബ്ദുൽ നാസർ, കൈതപ്പുഴൽ സ്വദേശി അസൻകുട്ടി, എരഞ്ഞിക്കൽ സ്വദേശി ഹനീഫ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കൽപ്പറ്റ കോടതി തള്ളിയത്. റിസർവ് വനത്തിലാണ് മരമുറി നടന്നതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് അംഗീകരിച്ചാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇതോടെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം വനംവകുപ്പ് ഊർജിതമാക്കി. അതേസമയം കേസിൽ 3 പേരെ ഇന്ന് വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. മരം കടത്താൻ ഉപയോഗിച്ച ക്രെയിൻ ഓപ്പറേറ്റർമാരും ട്രാക്ടർ ഡ്രൈവറുമാണ് പിടിയിലായത്. കടിയാമ്പറ്റ സ്വദേശി പ്രിൻസ്, വൈത്തിരി സ്വദേശി അബു താഹിർ, കോഴിക്കോട് സ്വദേശി സുധീർ കുമാർ എന്നിവരെയാണ് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ നീതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 20 മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുടെ മറവിലാണ് 100ലേറെ വൻമരങ്ങൾ മുറിച്ചു കടത്തിയത്. സംഭവത്തിൽ സെക്ഷൻ ഓഫീസർ ചന്ദ്രനടക്കം 3 പേരെ വനംവകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തെക്കുറിച്ച് വനംവകുപ്പിന്റെ പ്രത്യേക സംഘവും അന്വേഷണം നടത്തുന്നുണ്ട്. 24 വയനാട്. അരുണാചൽ പ്രദേശിൽ മരിച്ചതിൽ കണ്ടെത്തിയ 3 മലയാളികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം നാളെ കേരളത്തിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ വിവരം. AV ജയശങ്കർ വിശദാംശങ്ങൾ ചേരുന്നുണ്ട്. ജയശങ്കർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പാണ് നവീന്റെയും മാരിയുടെയും ദേവിയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. ഇതിനുശേഷമാണ് ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ അരുണാചൽ പ്രദേശിലെ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. നാളെയോടെ മൃതദേഹം എത്തുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മാത്രമേ മൃതദേഹം നാട്ടിലെത്തിക്കൂ. വട്ടിയൂർക്കാവ് പോലീസിന്റെ പ്രത്യേക സംഘം അല്പസമയത്തിനകം തന്നെ അരുണാചലിലെത്തും. ഇവർ സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനെത്തും.
ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ ഇതിനകം തന്നെ ഹോസ്പിറ്റലിലുണ്ട്. ബന്ധുക്കളുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഏത് തരത്തിൽ മൃതദേഹം കേരളത്തിൽ എത്തിക്കണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടാവുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അരുണാചൽ പോലീസിന് ആശുപത്രിയിൽ നിന്ന് ഇന്ന് തന്നെ കൈമാറുമെന്നാണ് ലഭ്യമാകുന്നത്. പ്രാഥമികമായി ഇവരുടെ കൈകളിൽ മുറിവുണ്ടായി എന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം കേരള പോലീസ് അവിടെ എത്തിയതിനും കൂടി ശേഷമായിരിക്കും ലഭ്യമാകുക. വി ജയശങ്കർ, തിരുവനന്തപുരത്ത് നിന്ന്. ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഇ ഡി നടപടി ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി നാളെ. പ്രഥമദൃഷ്ട്യാ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് ഇ ഡി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ രാജിവെച്ചു. തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂരിനെതിരെ മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മഹാരാഷ്ട്ര കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. സഞ്ജയ് നിരുപം കോൺഗ്രസ് വിടും. ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നേക്കും. സൗദിയിലെ അൽ ഹസയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് വടകര സ്വദേശി നാസർ നെച്ചോത്താണ് മരിച്ചത്. തായ്വാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ 9. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. 127 പേർ കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. IPL ഇന്ന് കൊൽക്കത്ത ഡൽഹി പോരാട്ടം. മത്സരം രാത്രി 7:30 വിശാഖപട്ടണത്ത്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്.